കണ്ണൂർ തോട്ടട ITIയിൽ SFI KSU സംഘർഷം. ITIയിൽ KSU കൊടിമരം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് തർക്കം. ഇരു വിഭാഗത്തെയും പിരിച്ചുവിടാൻ പോലീസ് ലാത്തി വീശി. ഇരു സംഘടനയുടെയും പ്രവർത്തകർക്ക് പരിക്കേറ്റു. ഈ മുറ്റത്ത് വെച്ചിട്ടാണ് ഈ പയ്യനെ തല്ലിയത്. 15 പേര് ഒറ്റക്കടിക്കാൻ ധൈര്യമില്ലാത്ത SFIയുടെ 15ഉം 16ഉം 20 പേര് ഈ ക്യാമ്പസിൽ KSUക്കാരനെ തല്ലി ക്രൂരമായി തലയടിച്ച് പൊട്ടിക്കുമ്പോൾ ഇവിടെ SFIയുടെ വനിതാ പ്രവർത്തകർ ആ പയ്യന്റെ മേലെ വീഴുക. എന്നിട്ട് പോയിട്ട് ടൗൺ സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് പറയാണ് KSUക്കാരൻ കയറി പിടിച്ചിട്ടുണ്ട്, അവനിക്കെതിരെ കേസെടുക്കണമെന്ന്. പോലീസ് കോമൺ സെൻസ് ഉള്ളവരാ. അങ്ങനെയുള്ള ആൾക്കാരാണ് ഇവിടെ എടക്കാട് സ്റ്റേഷനിൽ പരാതി കൊടുക്കണമായിരുന്നു. പക്ഷേ എടക്കാട് സ്റ്റേഷനിൽ പരാതി കൊടുക്കാതെ അവർ പോയിട്ട് പരാതി കൊടുത്തു ടൗൺ സ്റ്റേഷനിൽ. ആ കേസ് അന്നേ ചീറ്റിപ്പോയതാ. എന്നിട്ട് ഇപ്പോഴാണ് അവർക്ക് ബോധം വന്നത്. അതായത് ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വന്നപ്പോഴാണ് ബോധം വന്നത് നമ്മുടെ കുട്ടികൾക്ക് മാനമുണ്ട്, അതുകൊണ്ട് KSUക്കാർ ഈ ക്യാമ്പസിലിട്ട് പുറത്താക്കണമെന്ന്. നമ്മളൊരു അധ്യാപകരെയും തല്ലിയിട്ടില്ല, നമ്മളൊരു കുട്ടികളെയും തല്ലിയിട്ടില്ല. മെനിഞ്ഞാന്ന് ഒരു പയ്യനെ, ഒരു 1ാം വർഷ വിദ്യാർത്ഥിയെ KSUവിന്റെ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്തെന്ന് കാരണം പറഞ്ഞ് ഇവിടെയുള്ള ഇടിമുറിയിലിട്ട് SFIക്കാർ അടിക്കുക. ആ പയ്യനെ വലിച്ചു കൊണ്ടുപോകുന്നത് അധ്യാപകരാ. എന്നിട്ട് നോക്കി നിൽക്കുമ്പോൾ ഈ ക്യാമ്പസിൽ മറ്റൊരു പ്രസ്ഥാനത്തിനും പ്രവർത്തിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ സഹോദര സംഘടനയായ ASFകാർക്ക് പോലും ഈ ക്യാമ്പസിൽ സ്വാതന്ത്ര്യം നില പറയുമ്പോൾ ഒരു ഉളുപ്പില്ലാണ്ട് അവർ പറയാ സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം. ഇതെന്ത് ന്യായ? ഇത് കേരളല്ലേ? മനോജ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മനോജ്, ഇത് രാവിലെയാണോ സംഘർഷം ഉടലെടുത്തത്? പോലീസൊക്കെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നിലവിലെ സാഹചര്യം എന്താണ്? അർജുൻ, അല്പം മുമ്പാണ് ഈ വലിയ തോതിലുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. SFI KSU പ്രവർത്തകർ തമ്മിൽ വലിയ തോതിലുള്ള സംഘർഷം ITIയിൽ ഉണ്ടായി. പോലീസ് ഇടപെടലുണ്ടായി. പോലീസ് ലാത്തി വീശി രണ്ട് ഭാഗത്തെയും SFI പ്രവർത്തകർക്കും KSU പ്രവർത്തകർക്കും പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതായത് ഇന്ന് രാവിലെ സംഘടിച്ച രണ്ട് സംഘടനകളുടെയും നേതാക്കളും പ്രവർത്തകരും ഒക്കെ ITIയിലേക്ക് വരികയായിരുന്നു. പുറത്തു നിന്നുള്ള ആളുകളടക്കം ITIയിൽ സംഘടിച്ച് എത്തുകയായിരുന്നു. ഇതേ തുടർന്നാണ് വൻതോതിൽ പോലീസ്, എടക്കാട് പോലീസ് സ്ഥലത്ത് നിലയുറപ്പിക്കുകയും ചെയ്തു. ഒരു സംഘർഷ സാധ്യത ഇന്ന് രാവിലെ മുതൽ തന്നെ കണ്ണൂർ ITI പരിസരത്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസും അതീവ ജാഗ്രതയിലായിരുന്നു. കഴിഞ്ഞ കുറെ നാളുകളായി, ഏതാണ്ട് ഒരു മാസത്തോളമായി വലിയ തോതിലുള്ള സംഘർഷാവസ്ഥയിലേക്ക് ITIയിൽ കാര്യങ്ങൾ പോവുകയാണ്. 20-ാം തീയതി കണ്ണൂർ ITIയിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് ഒരു ഭാഗത്ത് നടക്കുന്നു. അവിടെ KSUവിന്റെയും ABVPയുടെയും യൂണിറ്റുകൾ രൂപീകരിച്ച് ഇത്തവണ മത്സരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ആ സംഘടനകളും പോകുന്നു. SFIക്ക് മൃഗീയ ആധിപത്യമുള്ള ഒരു ക്യാമ്പസാണ് കണ്ണൂർ ITI. അവിടേക്ക് മറ്റ് സംഘടനകൾ കടന്നു വരുന്നു എന്നുള്ളത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം കൂടിയാണ്. അപ്പോൾ SFI പ്രവർത്തകർ പറയുന്നത് ഇവിടെ ബോധപൂർവം സംഘർഷം ഉണ്ടാക്കാൻ പുറത്തു നിന്നുള്ള ആളുകൾ വരുന്നു എന്നാണ് SFI ആരോപിക്കുന്നത്. അതേസമയം ഇതേ ആരോപണം തന്നെ KSU ഉന്നയിക്കുന്നു. അതായത് ഇവിടെ മറ്റ് സംഘടനകൾക്ക് സ്വാതന്ത്ര്യം അനുവദിക്കുന്നില്ല, മറ്റ് സംഘടനകളെ പ്രവർത്തിക്കാൻ SFI അനുവദിക്കുന്നില്ല, ഇത് അനുവദിക്കാൻ കഴിയില്ല എന്നാണ് KSU പറയുന്നത്. അവർ പറയുന്നു ഒരു കൊടിമരം സ്ഥാപിക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലേക്ക് ഇവിടെ ഈ ക്യാമ്പസ് എത്തിയിരിക്കുന്നു. ജനാധിപത്യ പ്രവർത്തനം അനുവദിക്കുന്നില്ല തുടങ്ങിയ പരാതികളൊക്കെയാണ് KSU ഉന്നയിക്കുന്നത്. ഇന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും സമാനമായ രീതിയിൽ ഈ കണ്ണൂർ ITIയിലെ പ്രശ്നം ഉയർത്തിയിരുന്നു. അദ്ദേഹവും പറഞ്ഞത് മറ്റ് സംഘടനകളെ, KSU ഉൾപ്പെടെയുള്ള സംഘടനകളെ അവിടെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത ജനാധിപത്യ വിരുദ്ധ നടപടികളാണ് SFIയുടെയും CPMന്റെയും ഒക്കെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പുറത്തു നിന്നുള്ള ആളുകളൊക്കെ എത്തി ഇത്തരത്തിൽ വലിയ തോതിലുള്ള സംഘർഷം അഴിച്ചുവിടുകയാണ് എന്നുള്ള ഒരു പരാതി KSUവും അതോടൊപ്പം തന്നെ കോൺഗ്രസും ഒക്കെ ഉയർത്തുന്നു. സമാനമായ രീതിയിൽ അവിടെ ഇത്രയും കാലം ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതിരുന്ന ITIയിൽ ഇത്തവണ വലിയ തോതിൽ പുറത്തുനിന്നുള്ള ആളുകളൊക്കെ എത്തി 1-2 പ്രവർത്തകരെ അവിടെ ചേർത്ത് അവിടെ സംഘർഷം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നതെന്നാണ്
എന്നുള്ളതാണ് KSUവിന്റെ ആരോപണം. എന്തായാലും ഇന്ന് രാവിലെ ഈ കൊടിമരവുമായി ബന്ധപ്പെട്ട നേരത്തെ ഉണ്ടായിരുന്ന തർക്കത്തിന് തുടർച്ച എന്നോണം അവിടെ കൊടി കെട്ടുക അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾ നടത്തുക തുടങ്ങിയ ആവശ്യങ്ങളുമായി ഉന്നയിച്ച് KSUവിന്റെ പ്രവർത്തകർ എത്തുകയായിരുന്നു. SFI പ്രവർത്തകർ പറയുന്നത് നേരത്തെ സംഘർഷമുണ്ടാക്കിയ KSU നേതാക്കളെ കോളേജ് ITIയിൽ നിന്നും പുറത്താക്കണം എന്നുള്ളൊരു ആവശ്യമാണ് SFI ഉന്നയിക്കുന്നത്. അവരും പുറത്തുനിന്നുള്ള നേതാക്കൾ ഉൾപ്പെടെ ITIയിൽ തമ്പടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും വലിയ തോതിലുള്ള വാക്കേറ്റം, ആ വാക്കേറ്റത്തിനൊടുവിലാണ് ഈ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. അതോടുകൂടിയാണ് പോലീസിന് ലാത്തി വീശേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും ITI അനിശ്ചിതകാലത്തേക്ക് അടച്ചിരിക്കുകയാണ്. ഇനി അറിയിപ്പുണ്ടാകുന്നതുവരെ ITIയിൽ പഠനം ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ പ്രിൻസിപ്പൽ അറിയിച്ചിരിക്കുന്നത്. കാരണം ഈ അതിശക്തമായ സംഘർഷ സാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പോലീസിന്റെ കൂടി ഒരു അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് ഇപ്പോൾ ITIയിൽ അനിശ്ചിതകാലത്തേക്ക് ITI അടച്ചിരിക്കുന്നത്. അർജുൻ.